ശ്രീമതി അഹല്യ ശങ്കർ, ഞങ്ങളെല്ലാവരും അഹല്യടത്തി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന അഹല്യ ശങ്കറിൻ്റെ ദേഹവിയോഗം നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ നാട്ടിനും വലിയൊരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെക്കാലം നീണ്ടുനിന്ന പൊതുജീവിതത്തിൻ്റെ ഒരു ശക്തമായ ഉടമയാണ് ശ്രീമതി അഹല്യ ശങ്കർ. ഭാരതീയ ജനസംഘം, അത് കഴിഞ്ഞ് ജനതാ പാർട്ടി, പിന്നീട് ഭാരതീയ ജനതാ പാർട്ടി, ഈ രാഷ്ട്രീയ യാത്രയുടെ വിവിധ പടവുകളിലൂടെ നേതൃനിരയിൽ തന്നെ നിന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രയാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു അപൂർവ വ്യക്തിത്വമാണ് ശ്രീമതി അഹല്യ ശങ്കറുടേത്. മാഹിയിലെ കോൺഗ്രസ് കുടുംബത്തിൽ പിറന്ന് വിവാഹത്തിന് ശേഷം സംഘകുടുംബത്തിൽ കോഴിക്കോട് ജില്ലയിലെ തീരപ്രദേശത്ത് വെള്ളയിലെത്തി. പിന്നീട് സംഘപ്രസ്ഥാനങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും മുൻനിരയിലും പിൻനിരയിലും നിന്ന് പ്രവർത്തിച്ച് ഒരു വലിയ ഒരു മാതൃകയായിട്ടുള്ള ഒരുപാട് പ്രവർത്തകന്മാർക്ക്, പ്രത്യേകിച്ച് മഹിളാ പ്രവർത്തകന്മാർക്ക് ആവേശം പകർന്നു കൊടുത്തിട്ടുള്ള വളരെ പ്രതിഭാധനയായിട്ടുള്ള പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവാണ് ശ്രീമതി അഹല്യ ശങ്കർ. അവരുമായി ഏതാണ്ട് ജനസംഘത്തിൻ്റെ കാലം മുതൽക്ക് തന്നെ വളരെ അടുത്ത് പ്രവർത്തനത്തിൽ ബന്ധപ്പെടുവാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കാലത്താണ് കൂടുതൽ നമ്മുടെ ശ്രീ അഹല്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ടായത്. നൂറുകണക്കിന് BJP പ്രവർത്തകന്മാർ, സംഘപ്രവർത്തകന്മാർ, അവർക്കെല്ലാം വളരെ ആദർശവും ആവേശവും പകർന്നു കൊടുത്തിട്ടുള്ള ഒരു പ്രവർത്തന രീതിയും അതുപോലെയുള്ള പെരുമാറ്റവുമായിരുന്നു ശ്രീമതി അഹല്യ ശങ്കർക്കുണ്ടായിരുന്നത്. അവർ കുറേ കാലം രോഗഗ്രസ്തയായി അങ്ങനെ ചികിത്സ തേടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവരുടെ ദേഹവിയോഗം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അനേകം ശതക്കണക്കിന് പ്രവർത്തകന്മാരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ അത്തരത്തിലുള്ള നഷ്ടം നികത്തിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള പ്രേരണ അത് ശ്രീമതി അഹല്യ ശങ്കറുടെ പൊതുപ്രവർത്തനത്തിൽ നിന്നും ആർജിച്ചെടുത്തിട്ടുള്ള അനേകം പ്രവർത്തകന്മാർ നമ്മുടെ കോഴിക്കോട് മാത്രമല്ല കേരളത്തിലുടനീളമുണ്ട്.